ബിഗ് ബോസ് മലയാളം 7ാം സീസൺ കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും. മത്സരാർത്ഥികളെല്ലാം ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആദ്യ ദിനത്തിലെ ഡാൻസിന്റെയും മറ്റും റിഹേഴ്സലിലാണ് ഇവരും. ഇത്തവണത്തെ സീസണിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. അടിമുടി മാറ്റങ്ങളോടെയാണ് 7ാം സീസൺ വരുന്നതെന്നാണ് സൂചന. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ കേരളം ഒട്ടുകം ഇപ്പോൾ ചർച്ചയാകുന്ന രേണുസുതി മത്സരാർത്ഥിയായി എത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതേക്കുറിച്ച് രേണു ഇതുവരെയും സൂചന തന്നിരുന്നുമില്ല. വിളിച്ചാൽ പോകുമെന്ന് മാത്രമാണ് രേണു പറഞ്ഞിരുന്നത്. എന്നാൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ആദ്യം വരുന്ന പേരുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു രേണുവിന്റെ തന്നെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഓൺലൈൻ മീഡിയകളിലൂടെ ജനങ്ങൾ നിരന്തരം രേണുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ബിഗ് ബോസിലൂടെ രേണു പ്രേക്ഷകർക്ക് മുന്നിലെത്തും. എന്നാൽ ബിഗ് ബോസിലേക്ക് കയറും മുൻപ് തന്നെ രേണുവിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായി. രേണു ബിഗ് ബോസിലേക്ക് പോകുകയാണെന്നുള്ള അറിയിച്ചുകൊണ്ട് രേണുവിന്റെ സുഹൃത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. സജീന എന്ന സുഹൃത്താണ് പോസ്റ്റ് ഇട്ടത്. ഈ ലോകത്തെ എന്റെയും ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ്, ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തിയല്ല, ഒരു സ്ത്രീയാണ് രേണുസുതി. മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു. ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞ് മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം. വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം. നെഗറ്റീവ് കമന്റായി ആരും വരണ്ട എന്നാണ് സജീനയുടെ പോസ്റ്റ്. ബിഗ് ബോസ് ഷോ തുടങ്ങും മുൻപാണ് രേണുവിന്റെ സുഹൃത്തിന്റെ ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. പൊതുവെ ബിഗ് ബോസ് മത്സരാർത്ഥികളായി എത്തുന്നവർ ഈ ഒരു വിവരം ഷോ തുടങ്ങും മുൻപ് പുറത്തു വിടാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രഡിക്ഷൻ ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ടെങ്കിലും മത്സരാർത്ഥികളോ ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഈ വിവരമൊന്നും പുറത്തുവിടാറില്ല. ഇത് ബിഗ് ബോസിന്റെ ചട്ടമായിട്ടാണ് കരുതുന്നത്. ബിഗ് ബോസ് ആദ്യ എപ്പിസോഡ് ഏവരും ആകാംക്ഷയോട് കാണുന്നതാണ്. രേണുവിന്റെ സുഹൃത്ത് ഈ ഒരു പോസ്റ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു വീഴ്ച മോഹൻലാൽ ആദ്യ ദിനത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻട്രോ ദിവസം തന്നെ രേണുവിന് തെറിവിളി കേൾക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട്. സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രേണുവിന് വേണ്ടി വോട്ടും ചോദിക്കുന്നുണ്ട്. ഷോ തുടങ്ങും മുൻപ് തന്നെ വോട്ട് ചോദിക്കാൻ തുടങ്ങിയോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യം. ബിഗ് ബോസിൽ രേണുവിന് മുന്നേറാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യവും പ്രേക്ഷകർക്കുണ്ട്. കടുത്ത മത്സരം നടക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. രേണു ഇവിടെ പയറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ അറിയാൻ പ്രേക്ഷകരും ആകാംക്ഷയിലാണ്. രേണുവിനെ കൂടാതെ നടൻ ഷാനവാസ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ബിഗ് ബോസിൽ ഇത്തവണ എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ആയിരിക്കും സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. രേണു ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധാ കേന്ദ്രമാണ്. ഇനി ബിഗ് ബോസിൽ എത്തുന്നതോടെ ഈ ഒരു ജനശ്രദ്ധയും കൂടും. രേണുവിനെതിരെ വിമർശകർ കൂടി വരുന്നതിനിടെയാണ് ഇപ്പോൾ ബിഗ് ബോസ് എൻട്രി. ഒരുപക്ഷെ ബിഗ് ബോസിലൂടെ ഇമേജ് മാറ്റാൻ രേണുവിന് കഴിഞ്ഞേക്കും. ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു ലൈം ലൈറ്റിൽ ശ്രദ്ധ നേടുന്നത്. നേരത്തെ നാടകങ്ങളിലും രേണു അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് സിനിമകളും ആൽബം സോങ്സും ഒക്കെയായിട്ട് രേണു തിരക്കിലുമാണ്.